ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? അല്ല, എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് ജയിക്ക് ഇവിടെ പറയുന്നത്. ജയിക്കിനെ സംബന്ധിച്ച് ജയിക്കിന് കുറച്ച് ചരിത്രം കൂടെ ഒക്കെ പഠിക്കുന്നത് നല്ലതാ. ഒരു തമാശക്കാരി കോമഡി ജയിക്ക് കഴിഞ്ഞ കുറെ കാലത്തെ ചരിത്രം എടുത്തു നോക്കൂ. CPM-ന്റെ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വാരണാസിയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാ ഇപ്പൊ നരേന്ദ്രമോദി ജയിക്കുന്ന സ്ഥലം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന നിങ്ങൾക്കിപ്പോൾ 0.3% ഒക്കെ ആയി മാറണമെങ്കിൽ എന്താണ് ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾ വിലയിരുത്തുക. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ബംഗാളിൽ ഇല്ലാതായത്, ത്രിപുരയിൽ ഇല്ലാതായത്, പഞ്ചാബിൽ ഇല്ലാതായത്, രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ. ദമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. തെലങ്കാനയിൽ, ആന്ധ്രയിൽ ഒക്കെ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ആ ഇല്ലാതായവരൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് ജയിക്ക്. അത് നിങ്ങൾ ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഒന്ന് ആലോചിക്കണം. പാർട്ടിയിൽ ഇതൊക്കെ ഒന്ന് ഉന്നയിക്കണം. ഈ ആളുകൾ മുഴുവൻ പോയിരിക്കുന്നത് സംഘപരിവാറിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് കേരളത്തിൽ നിരവധി ഉദാഹരണം പറയാനുണ്ട്. നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യം പറയാം, വിശ്വനാഥ മേനോന്റെ കാര്യം പറയാം. NDAക്ക് ആദ്യം ഇവിടെ പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് ആരായിരുന്നു? PC തോമസിലൂടെ നിങ്ങളല്ലേ അക്കൗണ്ട് തുറന്നു കൊടുത്തത്? എത്രയോ ആളുകൾ, വലിയ ലിസ്റ്റാണ് നമ്മളുടെ കയ്യിലുള്ളത്. എത്രയോ ആളുകളാണ് BJP-യിലേക്ക് പോയത്. ഇന്ന് BJP-യുമായി CPM-ന് കേരളത്തിൽ ഡീലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജയിക്ക് വൈകി വന്നോണ്ട് വെച്ചാൽ പറഞ്ഞു കാണില്ല.